നിതിൻ രാജ് എന്ന കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കപ്പെട്ട 2 അധ്യാപകരുടെ ജാമ്യാപേക്ഷയാണ് നമ്മുടെ കോടതിയിലുണ്ടായത്. 2 ജാമ്യാപേക്ഷയും SC/ST വകുപ്പ് അട്രാക്ട് ചെയ്തതുകൊണ്ട് വിക്ടിമിൻ്റെ ഫാദർക്ക് നോട്ടീസ് പോയി. ആ ഫാദർക്ക് നോട്ടീസ് പോയ അടിസ്ഥാനത്തിൽ ആ കുടുംബത്തിന് വേണ്ടി ഹാജരായി നമ്മുടെ ഭാഗങ്ങൾ കോടതി മുമ്പാകെ ബോധിപ്പിച്ചു. 2 പേർക്കും ജാമ്യം കൊടുക്കാൻ പാടില്ല എന്നാണ് കുടുംബത്തിന് വേണ്ടി നമ്മൾ ഹാജരായി പറഞ്ഞത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഒന്നാം പ്രതിയായി ഇരുന്ന ഡോക്ടർ റാം ഒരു സർട്ടിഫിക്കറ്റ് കോടതി മുമ്പാകെ ഹാജരാക്കി ഞാൻ ഷെഡ്യൂൾഡ് ട്രൈബാണ് എന്ന് പറഞ്ഞു. അതാണ് നമ്മൾ ആദ്യമായി എതിർത്ത കാര്യം. അതായത് അദ്ദേഹം ട്രൈബ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി SC/ST ആക്ടുകളിൽ നിന്ന് അയാൾ രക്ഷപ്പെടും. അത് ഒഴിവാക്കുന്നതിനായിട്ട് അദ്ദേഹം ഈ വിജേന്ദ്രിയ എന്ന കമ്മ്യൂണിറ്റി SCയിൽ പെടുന്നതല്ല. അതുപോലെ തന്നെ കർണാടകയിലുള്ള SC കമ്മ്യൂണിറ്റി ഇവരുടെ മൊത്തം ലിസ്റ്റും നമ്മൾ കോടതി മുമ്പാകെ ഹാജരാക്കിയതോടുകൂടി അവർ ആ വാദത്തിൽ നിന്ന് പിന്മാറുകയാണ്. പിന്നീട് ഇതൊരു ആത്മഹത്യ നോട്ടില്ലാത്ത കേസായതിനാൽ ഇത് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് കൂടി പ്രൂവ് ചെയ്യട്ടെ.